ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്ഷൻ ലിസ്റ്റിലുള്ള 2 പേരൊഴികെ ബാക്കി എല്ലാവരും സേവ്ഡ് ആണെന്ന് ലാലേട്ടൻ പറയുകയുണ്ടായി. ആര്യനും നെവിനും മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. നെവിൻ ഷാനവാസിനോട് പറയുന്നുണ്ട്, ഞാൻ ഇൻറ്റൻഷനലി ചെയ്തതല്ല, ഞാൻ ആക്ട് ചെയ്തതായിരുന്നു, പക്ഷേ ഐ ആം റിയലി സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ പറയുന്നു, എല്ലാവരും ഇവിടെ വരുമ്പോൾ പറയും എനിക്ക് 100 ഡേയ്സ് ഇവിടെ നിൽക്കണം, എനിക്ക് കപ്പ് കിട്ടണം, ഞാൻ നന്നായിട്ട് കളിക്കുമെന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ സ്വഭാവം എല്ലാം മാറുന്നു, നിങ്ങൾ അഗ്രസീവ് ആവുന്നു, നിങ്ങൾ ആൾക്കാരോട് മോശമായിട്ട് പെരുമാറുന്നു. തിരിച്ചും അതുപോലെ. പക്ഷേ അങ്ങനെയൊന്നും അല്ലെങ്കിലും ഈ ഗെയിം നന്നായിട്ട് കളിക്കാൻ പറ്റും. ഇതൊരു ഇൻ്റലിജൻറ്റ് ഗെയിമാണ്, നമ്മളെ കുറച്ച് പ്യൂരിഫൈ ചെയ്യാനും കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു ഗെയിമാണ് എന്ന് പറഞ്ഞിട്ട് ആര്യനെ വിളിക്കുന്നുണ്ട് ലാലേട്ടൻ. ആര്യൻ എന്ത് തോന്നുന്നു ഇത്രയും നാളത്തെ ഒരു ട്രാവലിലെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊരു ക്ലൂ ഇല്ല ലാലേട്ട, ഡേ 1 തൊട്ട് ഞാനിവിടെ എൻ്റെ എഫേർട്ട് കൊടുക്കുന്നുണ്ട്, പ്രേക്ഷകർ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഫുഡിൻ്റെ കാര്യത്തിലായാലും ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലായാലും ടാസ്കിൻ്റെ കാര്യത്തിലായാലും ഞാൻ എൻ്റെ 100 കൊടുക്കുന്നുണ്ടെന്ന് ആര്യ പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു തെറ്റ് പറ്റിയതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഗെയിമിലെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് മറ്റൊന്നുമല്ല, ആ കേസ് വേറെയാണ്. ഗെയിം കളിക്കുന്നതിനിടയിൽ നൂറയോട് ഒരു പുക്കിളിൽ നോക്കിയിട്ട് കിസ് ചെയ്തതായിട്ട് നൂറ ലൈവിൽ പറഞ്ഞ കേസാണ്. ഇപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് ആര്യനോട് ലാലേട്ടൻ അത് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഗെയിമിൽ ആരോടും വ്യക്തിഹത്യ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല ലാലേട്ടാന്ന് ആര്യൻ പറയുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിട്ട് ഞാനത് ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. എനിക്കൊരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ ഇപ്പോൾ കഴിയുന്നില്ല ലാലേട്ടാന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമും കൂടിയാണ്. എല്ലാവരും പറയും എനിക്ക് ബിഗ് ബോസ് വരണമെന്നൊക്കെ. നമ്മൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ സോളിനെ ഒന്ന് റിഫൈൻ ചെയ്ത് പോകുക എന്നൊക്കെയുള്ള ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. ഈ ഗെയിമിൻ്റെ ഉള്ളിലൊരു വലിയ ഫിലോസഫി ഉണ്ട്. അത് നിങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇരിക്കാൻ പറയുന്നുണ്ട്. നെവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നെവിൻ യു ആർ സേവ്ഡ്. നെവിൻ അയ്യോ എന്നുള്ള രീതിയിൽ ഒരു ആക്ഷൻ കൊടുത്തിട്ട് അതിശയിച്ച് നിൽക്കുകയാണ്. നെവിൻ ഔട്ടായില്ല, നെവിൻ സേവ് ആവുകയാണ്. ബാക്കിയുള്ളത് ആര്യൻ മാത്രമാണ് അവിടെ. നിങ്ങൾക്ക് അപ്പുറത്തോട്ടിരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം നെവിൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്തേക്ക് പോയി ഇരിക്കുന്നുണ്ട്. ആര്യൻ്റെ കാർഡ് എടുത്തിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, ആര്യൻ യു ആർ എവിക്റ്റഡ്. ഔട്ടായെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആര്യൻ നേരെ വന്നിട്ട് നൂറെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സാബുമാനെ, അത് കഴിഞ്ഞിട്ട് ഷാനവാസിന് ഷേഖാൻ്റെ കൊടുക്കുന്നുണ്ട്, ആദിലെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ അനുമോൾ അവിടെ നിൽക്കുന്നുണ്ട്. മൈൻഡ് കൂടി ആര്യൻ ചെയ്യുന്നില്ല. പക്ഷേ ആര്യൻ ഔട്ടായിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പുറത്ത് വന്ന് അറിയുമ്പോഴാണ് ആര്യൻ ഞെട്ടാൻ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സാബുമാനോടും എല്ലാവരോടും ഗെയ്സ് നിങ്ങൾ നല്ലതായിട്ട് കളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് വരുമ്പം കാണാമെന്ന് ആദിലയോടും പറയുന്നുണ്ട്. അതിനുശേഷം അക്ബറിനോടും നെവിനോടും കെട്ടിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്, നല്ലതായിട്ട് കളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അനീഷിനെയും അക്ബറിനെയും നെവിനെയും ഒക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ അവിടെ അനുമോൾക്കൊരു ഷേക്കാൻ്റെ കൊടുക്കുകയോ അല്ലെങ്കിൽ അനുമോളോട് എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്യാതെ ആര്യൻ അവിടുന്ന് തിരിച്ച് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. കാണാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് നൂറയോടും ആദിലയോടും ഒക്കെ. എന്നിട്ട് എല്ലാവരുമായിട്ട് നിന്നിട്ട് ഹൗസിൻ്റെ വെളിയിൽ വന്നിട്ട് പ്രധാന വാതിലിൻ്റെ അവിടെയായിട്ട് നിന്നിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം ലാലേട്ടൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 നിന്ന് നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ആര്യൻ ഇന്ന് ഔട്ടായിരിക്കുകയാണ്. നന്നായിട്ട് കളിച്ചു എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാവരുടെ അടുത്തും മിസ് യു ഗെയ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആര്യൻ പോകണൊക്കെ പറഞ്ഞ കണക്കുള്ള ഒരു കരച്ചിലും ബഹളവും ഒന്നും അവിടെ ആർക്കും ഇല്ലായിരുന്നു. ഈ അക്ബർ പറഞ്ഞത് അപ്പാനി പോയപ്പോൾ 2 ദിവസം കിടന്ന് കരഞ്ഞെന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആര്യൻ്റെ കൂടെ സംസാരിച്ചതും എല്ലാം അക്ബറാണ്. ആ അക്ബറിന് ഒരു പ്രത്യേകിച്ച് ഒരു വികാരങ്ങളും ഇല്ലാത്ത പോലെ ഇങ്ങനെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ അതേപോലെ നെവിന് ഷാനവാസിനുണ്ടായ പ്രശ്നത്തിൻ്റെ കൊണ്ടൊന്നും അല്ല, ഇപ്പോൾ ഒരു കാര്യം കൺഫേമായി, ആ പ്രശ്നത്തിൻ്റെ ഇടയിൽ പോലും അക്ബറും നെവിനും സേവ് ആയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് വേറൊന്നുമല്ല, നൂറയോട് കാണിച്ച ടാസ്കിനിടയിൽ കാണിച്ച ആ ഒരു വൃത്തികേട് അത് ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും. വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും നെവിന് ഇത്രയും വോട്ട് അല്ലെങ്കിൽ അക്ബറിന് ഇത്രയും വോട്ട് കിട്ടി അവർ സേവ് അല്ലെങ്കിൽ സാബുമാൻ അവിടെ സേവായ സ്ഥിതിക്ക് ആര്യൻ എന്തുകൊണ്ടായിരിക്കും ഔട്ടായി പോയത്? പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. തുടർന്നുള്ള ബിഗ് ബോസിൻ്റെ ലൈവ് എപ്പിസോഡ് വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.